പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ല മഴയും വെയിലും ഒക്കെ അങ്ങനെ മാറി മാറി വരുന്നൊരു സമയമാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ വലിയൊരു മഴയൊന്നുമില്ല. അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വന്ന സമയത്ത് മുളക് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. നല്ല വലുപ്പമുള്ളൊരു മുളകാണ് ഇപ്പോൾ ഈ ഒരു മരത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ മരത്തിനെ കുറിച്ചിട്ടും പിന്നെ കായ് ഉണ്ടാകുന്നില്ല എന്നൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഇന്ന് മോരുകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇളവൻ എന്താണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിന് കുമ്പളങ്ങാന്നോ അങ്ങനെയൊക്കെ പറയും തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇളവൻ തന്നെയാണ് കേട്ടോ പറയുക. ആ പച്ച ഒരു കുറച്ച് നല്ല വലുതാകുന്ന ഒരു ഇതാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, നമ്മൾ ആ പച്ചമുളകില്ലേ, പച്ചമുളക്, അതിന് മത്തൻ മുളക് അങ്ങനെ എന്തൊക്കെയോ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടമുളക് എന്നാണ് പറയുക അതിന്. നല്ല എരിവാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വേവിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മോരൊക്കെ ഒഴിക്കുമ്പോൾ വല്ലാതെ ലൂസായി പോവും. പിന്നെ അതുമല്ല, ഈ മഞ്ഞൾപ്പൊടി ഇപ്പം കുറച്ചിടുക, പിന്നെ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിടുക, എങ്കിലേ ആ ഒരു കളറ് കിട്ടുള്ളൂ ഈ മോരുകറിക്ക്. അത് മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തിരുമ്പിയതൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇട്ട് കുറച്ച് ചിരട്ടകളൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതും ഒന്ന് വെയിലത്തേക്ക് ഇട്ട്. വെയിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, ഓടിപ്പാഞ്ഞ് നമ്മൾ അകത്തത്തെ പണിയാണോ എടുക്കുക പുറത്തത്തെ പണിയാണോ എടുക്കുക എന്നുള്ള ഒരു ഇതിലാണല്ലോ. എന്നാലും നമ്മൾ വേഗം മുൻഗണന പുറത്തത്തെ പണിക്ക് തന്നെയല്ലേ കൊടുക്കുക. ഒന്ന് രണ്ട് ആൾക്കാർ എന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ചൂലൊക്കെ എവിടെയാണ് വെക്കലെന്ന്. അപ്പോൾ അങ്ങനെ പുറത്തത്തെ ചുമരുമ്മൽ ഇതേപോലെ ഒരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ചായിട്ടുണ്ട് വാങ്ങിയിട്ട്. പിന്നെ അവിടെയാണ് കേട്ടോ ഞാൻ ചൂല്, ഈ മാറാല തട്ടുന്നത്, ബ്രഷ്, പിന്നെ നമ്മൾ അടിക്കൂട്ടിയൊക്കെ വാരുന്നത്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ അതിന് വെക്കൽ. മുറം ഇതിൻ്റെ കൂടെ അതിനിട്ട് വെക്കൽ. അപ്പോൾ ഞാൻ മുറം വെച്ചതിന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറമൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ശനിയാഴ്ച ദിവസമായതുകൊണ്ട് കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ഒന്ന് രണ്ട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടേനി, അത് വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് അതിൽ ഞാൻ ലിങ്കും ഇടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സുഖമാണല്ലോ ആവശ്യമാണെങ്കിൽ വാങ്ങാൻ. പിന്നെ ചെറുപയർ ആണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. ഞാൻ ചെറുപയർ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഉപ്പേരി പോലെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. ടേസ്റ്റ് ഇല്ലാത്തല്ല, അത് പെട്ടെന്ന് വെന്ത് പോകണമായി തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും മോരുകറി റെഡിയാക്കാൻ ഇളവനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുമ്പളൊന്നും പറയേ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കണമെന്നാണ് തോന്നുന്നത്. അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ആദ്യം അരച്ചിട്ട് ചേർത്തിട്ടാണ് പിന്നെ ഞാൻ മോര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മോര് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. തൈര് വെച്ചിട്ട് വേണമെങ്കിലും മോരാക്കാം. പക്ഷെ ഞാൻ എപ്പോഴും മോര് കറി വെക്കണമെങ്കിൽ എനിക്കിതാണ് കേട്ടോ ഇഷ്ടം, ഇങ്ങനത്തെ മോര് കടയിൽ നിന്ന് വാങ്ങുക. ആദ്യമൊക്കെ ഉമ്മക്ക് പശ ഉണ്ടാകുമ്പോൾ പിന്നെ ഇഷ്ടം പോലെ മോര്, ബട്ടർ, നെയ്യ്, അതൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കേട്ടോ കൊണ്ടുവരല്. ഞാൻ നെയ്യ് ശീലിച്ച് തന്നെ ഉമ്മ തന്നിട്ട് ആണ്. അതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഈ നെയ്യില്ലാതാകുമ്പോഴത്തേനും എനിക്കൊരു ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലേ ഈ കറിക്കൊരു കളറ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ഇളവനിൽ പിടിച്ചു വിട്ടുണ്ടാവും. പിന്നെ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കടുകിട്ട് വറവിട്ടെടുക്കുക കേട്ടോ. കടുകും ഉലുവയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഈ വറ്റൽമുളകാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഉലുവ മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണേ. പിന്നെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്തോണ്ടി. ചെറിയ ജീരകം ഞാൻ മോരുകറിയിൽ അങ്ങനെ ചേർക്കില്ല കേട്ടോ. പിന്നെ ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുണ്ടല്ലോ, ആ ഒരു കറീൻ്റെ തനത് ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഞാൻ ചെറിയ ജീരകം ചേർക്കലുള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ മോരുകറി. ഇത് ഞാൻ ആ ഒരു ടിപ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ബാക്കിയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലിട്ട് ഇളക്കാതെ മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ നമുക്ക് 2-3 ദിവസം വരെ ആ ഒരു മോരുകറി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ തക്കാളിയോ ഉള്ളിയോ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ കേട് വരില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ പിറ്റേന്ന് കൂട്ടാനും. പിന്നെ അപ്പോഴേക്കും ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷമാണ് ഉപ്പിട്ടത്. പിന്നെ ആദ്യം തന്നെ 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇതിന് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഞാൻ ചില അധിക സമയത്തും. ഇപ്പോൾ ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇതിൻ്റെ കൂട്ടത്തിലിടുക. ആദ്യം ഞാൻ ഈ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ഈ കടുകും മാത്രമാട്ടോ ഇടൽ. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ തിന്നുമ്പോൾ ചില ആളുകൾക്ക് ഗ്യാസിന് തകരാറ് വരും.
അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി വറവിടുന്ന കൂട്ടത്തിൽ നമ്മളൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് വറവിട്ടെടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതാ വറ്റൽമുളക് നമ്മൾ മുളക് പൊടിപ്പിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് കഴുകി ഉണക്കുമല്ലോ, ആ സമയത്ത് ഞാനിതാ കുറച്ചധികം തന്നെ മാറ്റി വെക്കും. അങ്ങനെ ആകുമ്പോൾ പൂപ്പൽ വരില്ല കേട്ടോ. അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ ആ മുളക് നമ്മൾ കഴുകി ഉണക്കിയതാണെങ്കിലും കുറേ വെക്കുമ്പോൾ പൂപ്പൽ വരും. അപ്പം ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ കേടൊന്നും വരില്ല കേട്ടോ. പിന്നെ അതാ അപ്പോഴേക്കും നമ്മളെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല വറവായിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളകും ഇട്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. 2 അല്ലി കറിവേപ്പിൻ്റെലും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉപ്പേരി ഇതുവരെ വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണ്ടി. അങ്ങനെ ഇതാ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും കാക്കയും കൂടി ആങ്ങളുടെ അടുത്തേക്ക് പോവാം കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ ശേഷം കാക്ക ആങ്ങളിനെ കാണാൻ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ പോവുക വൈകുന്നേരം ആയപ്പോൾ. പിന്നെ അതായത് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് എളുപ്പമാണ്, 2-2.5 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ എന്താ മെഡിക്കൽ കോളേജിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ മോർച്ചറി. അതിൻ്റെ മുന്നിൽ കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോവൽ. അതിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ മനസ്സിനൊരു വല്ലാത്തൊരു വിങ്ങലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഡെഡ് ബോഡി കാത്തിട്ട് അതിൻ്റെ മുമ്പുറത്ത് നിൽക്കുന്നത് കാണാം, ബന്ധുക്കളൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ആർക്കാണ് എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ദന്തൽ കോളേജ് കേട്ടോ. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ചിട്ടുള്ള ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ ഈ റോഡ് പോയി ബൈപ്പാസിലേക്കാണ് കേട്ടോ കയറുക. ബൈപ്പാസ് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കൊക്കെ കയറുന്ന ആ ഭാഗത്ത് കൂടിയാണ് ആങ്ങളുടെ വീട്. അപ്പോൾ ആങ്ങളുടെ വീട്ടിലേക്ക് പോകാനാട്ടോ എനിക്ക് എളുപ്പം, പെട്ടെന്ന് എത്തും. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ചധികം ദൂരമുണ്ട്. പിന്നെ ഇതാ ബൈപ്പാസിലെത്തിയപ്പോൾ എന്നത്തെയും പോലെ നല്ല ബ്ലോക്കും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 2 വീലർ ആയതുകൊണ്ട് ബ്ലോക്ക് വലിയൊരു പ്രശ്നമില്ലല്ലോ. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് 1-2 ആൾക്കാരെന്നോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇക്കാക്കനെക്കാളും ഹൈറ്റ് നിങ്ങളാണോ കൂടുതലെന്ന്. കുറച്ച് ഹൈറ്റ് കൂടുതൽ ഞാനാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ പാകയിന്. പിന്നെ നമ്മൾ 17 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ 21 വയസ്സ് വരെ ഹൈറ്റ് വെക്കുമല്ലോ. ആണുങ്ങൾ എന്തായാലും ഹൈറ്റ് വെക്കൂല, പക്ഷെ ഞാൻ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എനിക്ക് വലിയ കോംപ്ലക്സ് ആണ് കേട്ടോ. ഇക്കാകെ അതൊന്നൊരു പ്രശ്നമേ അല്ല. കാക്ക അറിയും ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തതാണെന്ന് അറിയും, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ പറയും എനിക്ക് ആയിട്ട് ഞാൻ കൂടി നിങ്ങൾക്ക് ഹീലുള്ള ചെരുപ്പ് ഇടുമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇക്കാകെ ഹീലുള്ള ചെരുപ്പൊന്നും ഇടൂല കേട്ടോ. അത് ഞാൻ ഹീലുള്ള ചെരുപ്പൊന്നും ഇടൂല എന്നറിയും. പിന്നെ അത് ആങ്ങളുടെ വീട്ടിലെത്തിയ സമയത്ത് ഉമ്മയും ചെറിയ ആങ്ങളെയൊക്കെ ഉണ്ടായിന് കേട്ടോ. അവിടെ ഓലും മക്കളും എല്ലാവരും ഉണ്ടായിന്. അപ്പോൾ പിന്നെ ഓരോ ഭയങ്കര സന്തോഷമായിട്ടോ ഓലും കൂടി കണ്ടപ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം ഇറങ്ങി വരുന്ന സമയത്ത് ഇതാ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിന്. ഫ്രൂട്ട്സ് വെച്ചാൽ എനിക്കിപ്പോൾ ഏറ്റവും കഴിക്കാൻ പറ്റുന്ന, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ പേരക്ക. അതിപ്പോൾ കാക്ക എവിടെ കണ്ടാലും വാങ്ങും. അപ്പോൾ ഈ അടുത്ത് ഇതിൻ്റെ സീസൺ അല്ലേ ഇനി, ഇപ്പം വീണ്ടും സീസൺ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കടയിലും ഇപ്പോൾ പേരക്ക കിട്ടും. മുഹറത്തിൽ കുറച്ച് നോമ്പൊക്കെ പിടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ പഴം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊലച്ചക്ക് അത്താഴത്തിന് പഴമാണ് കേട്ടോ കഴിക്കുക. പഴവും കട്ടൻ ചായയാണ് കഴിക്കൽ, വേറെ ചോറോ അങ്ങനത്തെ ഒന്നും തിന്നലില്ല. പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. ഇനി ചെമ്മീനും ഇപ്പോൾ ലേശം ഒരു വിലക്ക് കുറവുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ചെമ്മീൻ്റെ ഒരു തല്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ചെമ്മീൻ എത്ര വാങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനെടുത്ത് ഇതാ ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് പൊരിക്കാനും എടുക്കുക, പിന്നെ കുറച്ച് ബാക്കി മാറ്റി വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ബോക്സിലേക്ക് എടുത്തതേനി. പക്ഷേ ബോക്സിലേക്ക് എടുത്ത് നമ്മൾ പൊരിക്കാൻ എടുത്തപ്പോൾ പിന്നെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ചെറിയ ബോക്സിലേക്ക് മാറ്റിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ പിറ്റേന്ന് തന്നെ എടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. 2-3-4 ദിവസം കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല കേട്ടോ. മീനിനൊന്നും ആവില്ല, വെള്ളം ഒഴിച്ച് വെക്കണം എന്നേ ഉള്ളൂ. നമ്മൾ വെള്ളം ഒഴിക്കാതെ വെച്ചാൽ ഒരു ഉണക്കലിൻ്റെ ചുവ വരും കേട്ടോ. ചെമ്മീനൊന്നും വരില്ല, ഈ അയില മത്തിക്കൊക്കെയാണ് അങ്ങനെ ഉണക്കലിൻ്റെ ഒരു ചുവ വരിക. അപ്പോൾ അതില്ലാതെക്കാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാലും മതി. ഇനി നന്നാക്കിയിട്ട് വെള്ളം ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നന്നാക്കാനിപ്പോൾ രാത്രി ഇത്രയും ആയില്ല. അപ്പോൾ ഞാൻ അപ്പം പൊരിക്കാനുള്ളത് മാത്രം കുറച്ച് നന്നാക്കി എടുക്കുകയാണ്. ഇത് അത്യാവശ്യം പിന്നെ നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലോണം എനിക്ക് ചെമ്മീൻ കാണുമ്പോൾ പൊരിച്ചതിനെക്കാട് ഇഷ്ടം മുരിങ്ങക്കായി മാങ്ങ ഇട്ട് വെക്കുന്ന കേട്ടോ. കറി വെക്കുക തേങ്ങ അരച്ചിട്ട്, അതെൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ ഇപ്പം പച്ചമാങ്ങ കിട്ടാനില്ലാത്തതിനോണ്ട് പൊഞ്ഞി ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് താൽക്കാലികമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ ചെയ്യുക. പിന്നെ അതാ ചെറിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ മീനിലുണ്ടല്ലോ, ചെമ്മീൻ്റെ തൊലി നമ്മൾ പുറത്തേക്ക് കളഞ്ഞാൽ ഭയങ്കര സ്മെല്ലല്ലേ. അപ്പോൾ ആ സ്മെല്ലില്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. തിളപ്പിച്ചിട്ട് അത് പിറ്റേന്ന് ഒഴിവാക്കുകയാണെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പച്ചയിൽ തന്നെ നമ്മൾ മുറിച്ച പാടന്നെ പുറത്തേക്ക് കളയുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ കുഞ്ഞു ബ്ലോഗാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.